അങ്ങനെ ആ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ച ആ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിച്ചു. വാട്ട് എ കംബാക്ക് ഗെയിം! കളിയുടെ 90 മിനിറ്റുകളും വളരെ ആവേശമുള്ള ഒരു മത്സരം നമുക്ക് കാണാനായി സാധിച്ചു. ഈസ്റ്റ് ബംഗാളും ആവട്ടെ, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ, ഇരുവരും മരിച്ച് ഒരു ത്രില്ലിംഗ് ഗെയിം തന്നെ നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. എന്നാലും ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് കണ്ട ബ്ലാസ്റ്റേഴ്സിനെ അല്ല നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടത്. ഓരോ പ്ലേയേഴ്സും അവരുടെ ഫുൾ എഫേർട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു 100% കമ്മിറ്റ്മെന്റ് എന്താണ് എന്ന് കാണിച്ചു തരുന്ന ആ ഒരു പെർഫോമൻസ് തന്നെയാണ് ഓരോ പ്ലെയറും പുറത്തെടുത്തത്. ഇനി എടുത്തു പറയേണ്ടത് ഈ ഒരു മത്സരത്തിൽ വരുത്തിയ ഫോർമേഷനിൽ വരുത്തിയ മാറ്റങ്ങളും അതുപോലെ തന്നെ ഫസ്റ്റ് 11 ചൂസിങ്ങും തന്നെയാണ്. കഴിഞ്ഞൊരു മത്സരത്തിൽ നിന്നും 4 പ്ലെയേഴ്സിനെ മാറ്റിക്കൊണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിലേക്ക് മൈക്കൽ സ്റ്റാറെ എന്ന് പറയുന്ന നമ്മുടെ കോച്ച് ഇറക്കി വിട്ടത്. അതിൽ എടുത്തു പറയേണ്ടത് ഡിഫൻസിൽ ഷെയ്ഫിനെ മാറ്റിക്കൊണ്ട് നോയോച്ച സിംഗിനെയും അതുപോലെ തന്നെ ഡിഫൻസീവ് മിഡിൽ വന്നിട്ട് ഫ്രെഡിക്ക് പകരക്കാരനായി ഡാനിഷിനെയും വിപിൻ മോഹനെയും, ഇവർ രണ്ടുപേരും വലിയൊരു റോള് തന്നെ ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇനി ഫോർവേഡിലാവട്ടെ ജീസസ് ഡിമേനിസിനെ ഫസ്റ്റ് 11ലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും ആദ്യ പകുതി എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ഹാഫ് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 2 ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ നിമിഷം തന്നെ മാദി തലാൽ എന്ന് പറയുന്ന ഈസ്റ്റ് ബംഗാളിന്റെ ആ ഒരു മിഡ്ഫീൽഡർ നമ്മൾ പ്രീ മാച്ചിൽ പറഞ്ഞതായിരുന്നു വളരെ അപകടകാരിയായിട്ടുള്ള ഒരു താരമാണ് എന്നുള്ളത്. 2-ാം മിനിറ്റിൽ തന്നെ പോസ്റ്റിനെ ഉന്നം വിളിച്ച് ഒരു ലോങ് റേഞ്ചർ അടിക്കുന്നു. എന്നാൽ സൈഡ് നെറ്റിൽ തട്ടി അത് പുറത്തു പോകുന്നു. കളിയുടെ 8-ാം മിനിറ്റിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു സുവർണ അവസരം വീണ് കിട്ടുകയാണ്. ജീസസിന്റെ അടി ബാറിൽ തട്ടി പുറത്തു പോകുന്നു. 4 പേര് തമ്മിൽ നടത്തിയ ആ ഒരു മുന്നേറ്റം, ഡാനിഷ് ഫാറൂഖും അതുപോലെ തന്നെ ഡിഫൻസിൽ കളിക്കുന്ന എയ്ബനും നോവോ സദോയും ജീസസും തമ്മിൽ നടത്തിയ ആ 4 ആൾ മുന്നേറ്റം, അവസാനം ഗില്ലിനെ ഒരു അവസരം പോലും കൊടുക്കാതെ അടിച്ച ജീസസിന്റെ ആ ഒരു ഷോട്ട് അവസാനം വില്ലനായി വന്നത് പോസ്റ്റാണ്. ഭാഗ്യമില്ല. എന്തായാലും അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നോയോറം സിംഗും അതുപോലെ തന്നെ ഷാവുൽ ക്രിസ്പും പല തവണകളായി ബ്ലാസ്റ്റേഴ്സ് ബോക്സിലേക്ക് ഇരമ്പി കയറിയിട്ടുണ്ട്. എന്നാൽ ഡിഫൻസിൽ ഒരു താരം എടുത്തു പറയേണ്ടത് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഒരുപാട് പിഴവുകളിലൂടെ ഗോളുകൾ കൺസീഡ് ചെയ്ത പ്രീതം കോട്ടാൽ കഴിഞ്ഞ 2 മത്സരങ്ങളായി എക്സ്പീരിയൻസ് എന്താണ് എന്ന് കാണിച്ചു തരുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് പ്രീതത്തിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാനായി സാധിച്ചത്. നമ്മുടെ ക്യാപ്റ്റൻ മിലോസ് ഡിനിഷ് ഡിഫൻസിൽ ഒരു താരത്തെ പോലും ബോക്സിലേക്ക് അധികം കയറ്റി വിടാതെ വളരെ ടഫ് ആൻഡ് ടൈറ്റ് ആയിക്കൊണ്ട് തന്നെ മിലോസിന്റെ ആ ഒരു പെർഫോമൻസും നമുക്ക് കാണാനായി സാധിച്ചു. ഇനി സന്ദീപ് സിംഗ് ആവട്ടെ, സന്ദീപ് സിംഗിന്റെ ആ ഒരു പിഴവിലൂടെയാണ് ആ ഒരു ഗോള് വന്ന് എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ സന്ദീപ് സിംഗും 100% ഗെയിം തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ പുറത്തെടുത്തത്. എന്തായാലും 38-ാം മിനിറ്റിൽ സന്ദീപിൽ നിന്ന് വന്ന ആ ഒരു ക്രോസ് രാഹുൽ KPക്ക് ഒരു ഓപ്പൺ നെറ്റ് ചാൻസ് ആയിരുന്നു. ജസ്റ്റ് തല വെച്ച് ഒന്ന് കറക്റ്റായി ഒന്ന് മറിച്ച് വിടുകയാണെങ്കിൽ അത് ഗോളാവുമായിരുന്നു. എന്നാൽ സൈഡ് നെറ്റിലേക്ക് ഉന്നം വെച്ചുകൊണ്ട് ഹെഡ് ചെയ്തത് കൊണ്ട് തന്നെ അത് പുറത്തേക്ക് പോവുകയാണ്. ഒരാൾ പോലും മാർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല രാഹുലിന്. പക്ഷേ ഭാഗ്യമില്ല. എന്തായാലും 2-ാം പകുതിയിലേക്ക് കിടക്കുമ്പോൾ വെറും 10 മിനിറ്റ് മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. ബ്ലാസ്റ്റേഴ്സിന്റെ വല കുലുങ്ങി. നോയോറക്കത്തിന് പകരക്കാരനായി വന്ന വിഷ്ണു PV കളിയിൽ വന്ന ആദ്യ ടച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ വല കുലുക്കുകയാണ് ചെയ്തത്. സന്ദീപിൽ നിന്ന് വന്ന ആ ഒരു പിഴവ് മുതലെടുത്തുകൊണ്ട് ദിമിത്രിയോസിന്റെ ഒരു അറ്റാക്കിംഗ് മുന്നേറ്റം വിഷ്ണുവിന് ഗോൾ കീപ്പറെ മറികടത്തി ഒരു പാസ് നൽകുന്നു. അത് ജസ്റ്റ് വലയിലേക്ക് തട്ടിയിടേണ്ടതേ വന്നുള്ളൂ. അത് ഗോളായി മാറുന്നു. 1-0 എന്നുള്ള സ്കോർ ലൈനിലേക്ക് ബ്ലാസ്റ്റേഴ്സ് പോകുന്നു. എന്നാൽ അതിന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. മറുപടിയുമായി നമ്മുടെ ഡെവിൽ നോവോ സദോയ് ഒറ്റയാൾ മുന്നേറ്റത്തിൽ കൊടുക്കുന്ന തന്നെ ആദ്യ പകുതിയിൽ നോവോയിനെ ഒരു രീതിയിൽ പോലും അനങ്ങാൻ വിടാതെ റാക്കിബ് നോവോയെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ റാക്കിബിനെ ഞാൻ എന്താണ് എന്നുള്ളത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ നട്മഗ് ചെയ്തുകൊണ്ട് ഇടംകാലിൽ നിന്നും ഒരു ഷോട്ട് ഉതിർക്കുന്നു. ഒരു അവസരം പോലും നൽകാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ നോവോ സദോയ് കുറിക്കുന്നു. പിന്നീട് അങ്ങോട്ട് വരുത്തിയ കുറച്ച് മാറ്റങ്ങളാണ് എയ്മനും അതുപോലെ തന്നെ അസറും. 2 പേരും കളിക്കളത്തിലേക്ക് വന്നതിന് ശേഷം ആ ഒരു ബ്രദേഴ്സിന്റെ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിച്ചു. പലപ്പോഴായും ഒരുപാട് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഡി ബോക്സിലേക്ക് കിടക്കുമ്പോഴും അവിടെ ഒരു വില്ലനായിക്കൊണ്ട് ഹെക്ടർ ഹ്യൂസ്തെ എന്ന് പറയുന്ന അവരുടെ ഡിഫൻസിൽ വളരെ ടഫായി തന്നെ നമുക്ക് ചാലഞ്ച് തന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. എന്തായാലും
ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ കളിയുടെ ഗതിയെ മാറ്റിമറിക്കുന്നുണ്ടായിരുന്നു. 75-ാം മിനിറ്റിൽ ജീസസിന് പകരക്കാരനായി ക്വാമി പെപ്ര കളിക്കളത്തിലേക്ക് വരുന്നു. 85-ാം മിനിറ്റിലാവട്ടെ ബ്ലാസ്റ്റേഴ്സ് അവരുടെ 2ാം ഗോളും കുറിക്കുന്നു. അതും പെപ്രയുടെ ഒരു ഗോളിലൊടുക്കനെ. ഹെക്ടറിൽ നിന്ന് വന്ന ആ ഒരു പിഴവ് മുതലെടുത്തുകൊണ്ട് എന്നെ രാഹുലും അതുപോലെ തന്നെ എയ്മനും നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്യുന്നു. എയ്മന്റെ കാലിലേക്ക് പന്തെത്തുകയും ക്വാമി പെപ്രയ്ക്ക് പാസ് നൽകുകയും ഡി ബോക്സിന്റെ വെളിയിൽ വെച്ചുകൊണ്ട് ഒരു സൈഡ് വോളി അടിക്കും എന്ന് വിചാരിച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ തൻ്റെ പൊസിഷൻ മാറ്റി ഫസ്റ്റ് നെറ്റിലേക്ക് തന്നെ അടിച്ച് ഗോളാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അടി ഉതിർക്കുന്നു. വളരെ വീക്കായിട്ടുള്ള ഷോട്ടാണെങ്കിൽ പോലും ഗില്ലിന്റെ പൊസിഷൻ തെറ്റിച്ചുകൊണ്ട് തടുക്കാനുള്ള ഒരു അവസരം പോലും കൊടുക്കാതെ ക്വാമി പെപ്ര 2ാം ഗോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുറിക്കുന്നു. എന്തായാലും ആ ഒരു ഗോളോടുക്കിനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് 2-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് പോകുന്നു. ഇവിടെ എടുത്ത് പറയേണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു മെന്റാലിറ്റിയെ തന്നെയാണ്. കഴിഞ്ഞൊരു മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ഗോളിന് പിറകിൽ പോയി കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരുപാട് പന്ത് പിന്നിലേക്ക് ഇട്ടുകൊണ്ട് ഒരു ഗെയിം ബിൽഡപ്പ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്നും ഒരു ഹൈ പ്രസിംഗ് ഗെയിമിലേക്ക് വന്നതോടെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു കളി രീതി തന്നെ മാറി എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാനായിട്ട് പറ്റും. ഈ ബ്ലാസ്റ്റേഴ്സിനെയാണ് ഞങ്ങൾക്ക് വേണ്ടിയത്, അല്ലാതെ പന്ത് പിന്നിലേക്ക് ഇട്ട് അലക്ഷ്യമായി കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ അല്ല കാണേണ്ടത്. എന്തായാലും വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇതുപോലെ തന്നെ ഇനി വരുന്ന മത്സരങ്ങളും നല്ല രീതിയിൽ തന്നെ കളിക്കാൻ സാധിക്കട്ടെ. നമുക്ക് സ്റ്റേഡിയത്തിന്റെ VIP ബോക്സിൽ നമുക്ക് ലൂണയെയും അതുപോലെ തന്നെ ജാവോ സിറ്റാരിയോനെയും നമുക്ക് കാണാനായി സാധിച്ചു. അടുത്ത മത്സരത്തിലെങ്കിലും നമ്മുടെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങളും കാത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം, ഈ ഒരു മത്സരത്തിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.